മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന NH-66 ബീഹാറിൻ്റെ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാൻ നിരന്തരമായി മോഷണങ്ങൾക്കായി യാത്ര ചെയ്തിരുന്നത്. ഒടുവിൽ മുഹമ്മദ് ഇർഫാനെ കുരുക്ക് വീണതും ഈ പാതയിൽ നിന്ന് തന്നെ. സുപ്രസിദ്ധ മലയാള സിനിമാ സംവിധായകനായ ജോഷിയുടെ സിനിമാ സീനുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഏറെ ഉദ്വേഗം നിറഞ്ഞ ചേസിംഗ് സീനിനൊടുവിലാണ് കർണാടകയിലെ കോട്ട പോലീസ് മുഹമ്മദ് ഇർഫാനെ പിടിയിലാക്കിയിരിക്കുന്നത്. നേരത്തെ കിട്ടിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ട പോലീസ് മുഹമ്മദ് ഇർഫാനായി വലവിരിച്ചത്. ഇത്രയും വലിയ ഒരു മോഷ്ടാവാണ് തങ്ങളുടെ വലയിലേക്ക് ചെന്ന് വീഴുന്നത് എന്ന കൃത്യമായ വിവരമില്ലായിരുന്നെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് കുന്താപുര ലക്ഷ്യമാക്കി വരുന്ന ഒരു വാഹനത്തിനെ പിടികൂടുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു കോട്ട പോലീസിനുണ്ടായിരുന്നത്. എന്നാൽ വാഹനം കസ്റ്റഡിയിലെടുത്ത സമയത്ത് അളവിലധികം സ്വർണവും പണവും വാഹനത്തിൽ നിന്ന് കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൻ്റെ സമയത്ത് മുഹമ്മദ് ഇർഫാൻ പറഞ്ഞിരുന്നത് ഇതെല്ലാം തൻ്റെ ബിസിനസ് ആവശ്യത്തിൻ്റെ ഭാഗമായി താൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്വർണവും പണവുമാണ് എന്നായിരുന്നു. എന്നാൽ മതിയായ രേഖകൾ ഇയാൾക്ക് ഹാജരാക്കാൻ പറ്റാത്തതോടെ അല്ലെങ്കിൽ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കാതെ ഇരുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ പോലീസിന് നിസാര ചാർജുകളെങ്കിലും ചുമത്തിക്കൊണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കേണ്ടി വന്നത്. പിന്നാലെയാണ് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരമറിയിക്കുന്ന സമയത്ത് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 ദിവസമായി കേരളം മുഴുവൻ ചർച്ച ചെയ്ത പ്രമാദമായൊരു മോഷണ കേസിലെ അന്തർ സംസ്ഥാന മോഷ്ടാവായ റോബിൻഹുഡ് എന്നുകൂടി വിളിപ്പേരുള്ള മുഹമ്മദ് ഇർഫാനാണ് തങ്ങളുടെ ആ ഒരു വലയിലേക്ക് തങ്ങളുടെ ശ്രദ്ധയുടെ ആ ഒരു മൂർച്ചയേറിയ സുരക്ഷയുടെ അടുത്തേക്ക് വന്നു കയറിയത്, ഒരു എലിയെപ്പോലെ വന്നു കയറിയത് എന്നുള്ളൊരു കാര്യം കോട്ട പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. പിന്നീട് കേരള പോലീസിൻ്റെ വരവാണ്. കേരള പോലീസ് ഇന്ന് രാവിലെ ഇവിടെ എത്തുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഉടുപ്പി ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പിന്നീട് കേരള പോലീസ് നടത്തിയിരുന്നത്. എന്നിരുന്നാലും ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് അത്ര പെട്ടെന്നൊന്നും തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ആദ്യം കസ്റ്റഡിയിലെടുക്കാനുള്ള വാറൻറ്റ് നേടിയെടുക്കണം. പിന്നീട് ട്രാൻസിറ്റ് വാറൻറ്റ് വേണം. കാരണം ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്കാണ് പ്രതിയെ കൊണ്ടുപോകേണ്ടത്. അതിന് മതിയായ രേഖകൾ ഉണ്ടായേ തീരൂ. അത് നേടിയെടുക്കേണ്ടതായുണ്ട്. അതിനെ തുടർന്ന് പിന്നീട് പോലീസ് കേരള പോലീസ് അതിനുള്ള ശ്രമങ്ങൾ മുഴുവൻ ആരംഭിക്കുന്നു. മുഴുവൻ പിന്തുണയുമായി കർണാടക പോലീസ് ഇവരോടൊപ്പം തന്നെയുണ്ട്. കർണാടക പോലീസിന് ഇപ്പോഴും ആ കേസിൻ്റെ ആ ഒരു മുഴുവൻ കാര്യങ്ങൾ ആ ഒരു കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം പിന്നീട് പോലീസുകാരുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് പോലീസിന് ഇത്രയും വലിയ മലയാളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു മോഷണ കേസിലെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ആ ഒരു മോഷണ കേസിലെ പ്രതിയെയാണ് തങ്ങൾ പിടികൂടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉടുപ്പി കോട്ട പ്രദേശങ്ങളിലൊന്നും തന്നെ ഈ മുഹമ്മദ് ഇർഫാൻ്റെ പേരിൽ കേസുകളില്ല. കാരണം സിറ്റികളിൽ അർബൻ മേഖലകളിൽ കാര്യമായ ആസൂത്രണത്തോടു കൂടി മോഷണം നടത്തുന്ന ഒരു സ്വഭാവം മുഹമ്മദ് ഇർഫാനുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ വരെ ഇയാൾ മോഷണം നടത്തിയിരുന്നെങ്കിലും മറ്റ് ഗ്രാമീണ മേഖലകളോ അല്ലെങ്കിൽ വളർന്നു വരുന്ന നഗരങ്ങളൊക്കെ തന്നെ ഇയാൾ ഇത്തരത്തിൽ ഇയാളുടെ മോഷണ മേഖലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന തരത്തിലാണ് ഇപ്പോൾ അന്തർ സംസ്ഥാന മോഷ്ടാവായ ബീഹാറിൻ്റെ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാനെ കർണാടക പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് ഇർഫാനെ കേരള പോലീസിന് കൈമാറിയിരിക്കുകയാണ്. മുഹമ്മദ് ഇർഫാൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും കണ്ടെത്തിയ പണവും വിവിധ സ്വർണ്ണാഭരണങ്ങളും ഇപ്പോൾ കേരള പോലീസിൻ്റെ കൈവശം കൃത്യമായി കർണാടക പോലീസ് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് മുഴുവൻ വിവരങ്ങളും പുറം ലോകത്തിനോട് തുറന്നു പറയും എന്നാണ് ഇപ്പോൾ കേരള പോലീസ് ഒടുവിൽ നൽകുന്ന വിവരം. ഉടുപ്പി കോട്ടയിൽ നിന്നും ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.